ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹയർച്ചിന്റെ പണം നഷ്ടപ്പെട്ടവർ ഒക്കെ ഇപ്പോൾ പറയുന്ന ഒരു ആശ്വാസ വാക്കുണ്ട്. അതിങ്ങനെയാണ്: ഇത് മണി ചെയിൻ ആണെങ്കിൽ മുന്നേ തന്നെ ഇതിൻ്റെ വിധി വന്നേനെ. ഇത് മണി ചെയിൻ അല്ലാത്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ലേറ്റ് ആവുന്നത്. എങ്ങനെയെങ്കിലും ഇത് മണി ചെയിൻ ആക്കാൻ വേണ്ടി നോക്കുകയായിരിക്കാം ജഡ്ജി. അതുകൊണ്ട് തന്നെ ഒരു കാര്യവുമില്ല, ഇത് മണി ചെയിൻ അല്ല. മണി ചെയിൻ ആണെങ്കിൽ കഴിഞ്ഞ മാസം തന്നെ വിധി വന്നിട്ടുണ്ടാവുമായിരുന്നു എന്നാണ് ഇവരൊക്കെ പറയുന്നത്. എന്നാൽ ഇതിൽ യാതൊരുവിധ വസ്തുതയുമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ പോലീസിൻ്റെ ഒരു ചെറിയൊരു റിപ്പോർട്ടും CD-യും ഇവരുടെ 2021 ഇവരുടെ ഓഫീസ് റെയ്ഡ് ചെയ്ത സമയത്തുള്ള CD-യും കാര്യങ്ങളും മാത്രം വെറും 16 ലക്ഷമോ മറ്റോ ആൾക്കാർ ചേർന്ന സമയത്തുള്ള ഡീറ്റെയിൽസ് മാത്രമായിരുന്നു കോടതിയുടെ മുമ്പാകെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആണെങ്കിൽ 1,80,00,000 ID-കളും അതുപോലെ തന്നെ എല്ലാ തട്ടിപ്പുകളും, ബോണ്ടുകൾ, ഇവരുടെ ഡിജിറ്റൽ ID തട്ടിപ്പ്, അതുപോലെ തന്നെ ഇവരുടെ ഗ്രോസറി ബോണ്ട്, DSCOയുടെ 10 ലക്ഷത്തിൻ്റെ ബോണ്ട്, ക്രിപ്റ്റോ തട്ടിപ്പ്, വിദേശത്ത് പ്രതാപൻ തന്നെ പുതിയ ക്രിപ്റ്റോ കമ്പനി തുടങ്ങിയത്, അതുപോലെ നിരവധിയായിട്ടുള്ള തെളിവുകൾ കോടതിയുടെ മുമ്പാകെയുണ്ട്. അപ്പോൾ ആ ഒരു തെളിവുകളൊക്കെ കോട്ട് ചെയ്ത് അതിൽ എങ്ങനെയാണ് നിയമപരമായിട്ട് എന്താണോ ഇല്ലാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ സമർത്ഥിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവസാനത്തെ 2 സിറ്റിങ്ങുകളിൽ വന്ന നിരവധി FIRകളുടെ ലിസ്റ്റ്, അപ്പോൾ അതിൻ്റെയൊക്കെ സ്ഥിതിവിവര കണക്ക്, അത് FIR ഡാറ്റയിൽ എന്താണോ ഇവർ ചെയ്തിരിക്കുന്നത്, ക്രിപ്റ്റോ ആണോ, OTT ആണോ, ഡിജിറ്റൽ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഏത് പോലീസ് സ്റ്റേഷനിലാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. ഇതിപ്പോൾ നമുക്കറിയാം, ജഡ്ജിന് ഒരു ദിവസം അരമണിക്കൂറോ 1 മണിക്കൂറോ ആയിരിക്കാം ചിലപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സമയം കിട്ടുക. അപ്പോൾ നമുക്കറിയാം 50ഓളം FIRകളുണ്ട്. പോലീസ് പ്രത്യേകം റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഈ കേസിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയ വിധി തന്നെയായിരിക്കും വരുന്നത് എന്നുള്ളതാണ്. ഈ വിധി വരുന്നതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഓഫീസ് ഒഴിയാൻ വേണ്ടി പറഞ്ഞ സമയത്ത് അതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ ഓപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിധി വന്നത്. ഇതിൻ്റെ ഒരു സൂചനകൾ മാത്രമാണ്. അപ്പോൾ ആ ഒരു സൂചന എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? പെരിഷബിൾ അസറ്റ്സ് എന്ന് പറയും. ഇത്തരത്തിൽ നശിച്ചു പോകുന്ന കാര്യങ്ങൾ ഓപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഓർഡറുകൾ ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മറ്റ് മറ്റ് സ്ഥിര നിക്ഷേപങ്ങളും ഒക്കെ അറ്റാച്ച്മെൻറ്റ് അത് കലക്ടർക്ക് അധികാരപ്പെടുത്തി കൊടുക്കുക എന്നുള്ള കർമ്മങ്ങൾ മാത്രമാണ് ബാക്കി. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇവരുടെ എല്ലാ തട്ടിപ്പുകളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു വിധിക്ക് വേണ്ടിയിട്ടാണ് ലേറ്റ് ആവുന്നത് എന്നാണ് കാര്യങ്ങളായി മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവുക. അല്ലാതെ ഇവന്മാർ പറയുന്നത് മാത്രം വിശ്വസിച്ച്, അല്ലെങ്കിൽ ഇവർ മറ്റ് പത്രങ്ങൾ എന്തു പറയുന്നു, യൂട്യൂബ് ചാനലുകൾ എന്തു പറയുന്നു, ഗ്രൂപ്പുകൾ എന്തു പറയുന്നു, ഇവരുടെ നാട്ടിലുള്ളവർ തന്നെ ഇവരെക്കുറിച്ച് പറയുന്നത് പോലും കേൾക്കാത്ത ആൾക്കാരാണ് ഇവർക്ക് ഒന്നും തന്നെ അറിയില്ല. ഇവരുടെ ഗ്രൂപ്പുകളിൽ ഇവരുടെ ലീഡർമാർ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന, ഇപ്പോൾ രാത്രിയാണെങ്കിൽ അവർ പറയും ഇപ്പോൾ നട്ടുച്ചയാണെന്ന് പറയും. അതെ, നട്ടുച്ചയാണ് സാർ എന്ന് പറയും. അങ്ങനെയുള്ള അവസ്ഥയിലിരിക്കുന്ന ഇവന്മാരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇവർ പറയും ലേറ്റാകുന്നത് നമ്മൾ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വരെ ഇവർ പറയും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. കമ്പനിക്ക് അനുകൂലമായിരിക്കില്ല വിധി എന്നാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആർക്കും തന്നെ ബോധ്യപ്പെടുക. ബൈ.